ഹായ്, ഞാൻ എന്താ വർക്ക് സ്പേസിൽ എത്തിയിട്ടോ. ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത് രാവിലെ. അപ്പം ഇന്ന് എനിക്കൊരു സാധനം മാത്രം ഡിസ്പാച്ച് ചെയ്യേണ്ട. അതിവിടെ കോഴിക്കോടുള്ളത് തന്നെയാണ്. അപ്പം ഇന്നലെ ഡിസ്പാച്ച് ചെയ്യേണ്ടത്. വേറെ നമ്മൾ സൺഡേ എന്താ വെച്ചാൽ DTDC ഒന്നുമില്ല. അപ്പോൾ ഡിസ്പാച്ച് പരിപാടി വേറെ ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇവിടെ കോഴിക്കോട് തന്നെ ആയതുകൊണ്ട് അത് പോർട്ടർ ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ പണിയൊക്കെ നോക്കട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ചന്ദനൊക്കെ പ്രിൻ്ററിന് തൊട്ടെടുത്തിട്ടോ. 2 പ്രിൻ്ററിനും തൊട്ടെടുത്തിട്ടുണ്ട്. അയ്യോ, ഈ പ്രിൻ്ററിന് തൊടാൻ മറന്നുപോയി. ഈ ചെറിയ പ്രിൻ്ററിനെ ചന്ദനം തൊടാൻ മറന്നു. അപ്പോൾ അത് തൊട്ടെടുക്കട്ടെ. ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചാട്ടോ അഡ്രസ്സൊക്കെ. പക്ഷെ അത് ഇന്നലെ ഒട്ടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ആ പണി വെച്ചിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഡിസ്പാച്ച് ചെയ്യാൻ കേട്ടോ. ഒരൊറ്റൊരു ഫ്രെയിം മാത്രം അതുകൂടി ചെയ്യണം. ഇതിൽ ഞാൻ ഫ്രെയിമിൻ്റെ കൗണ്ടും കൂടി എഴുതി വെക്കും കേട്ടോ. അതാകുമ്പോൾ ഈ അഡ്രസ്സ് ജസ്റ്റ് നോക്കിയാൽ മതി. മറ്റ് ഫോണിൽ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കിയിട്ട് ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ കൗണ്ട് എടുക്കണം. അതിനേക്കാൾ ഈസിയാണല്ലോ ഇത്. അപ്പം അങ്ങനെ ചെയ്യാം. നമ്മളെ പ്രിൻ്റർ ഉണ്ട് കണ്ടല്ലോ, ഇതുവരെ നന്നാക്കാൻ ആൾ വന്നില്ല. ഇന്നലെ വരാമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വന്നിട്ടില്ല. ഇത് ഇന്നലെ നമ്മൾ വിളിച്ചപ്പോൾ ഇന്നലെ ആൾ ഇതപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഇതുവരെ എത്തിയില്ല. ഇതിങ്ങനെയാണ് ഇപ്പോൾ 2-3 ദിവസമല്ലേ കാണുന്ന പ്രിൻ്റർ അവിടെ കേടായി കിടക്കുന്ന. പക്ഷേ വരില്ല. അത് ഇങ്ങനെ തന്നെയാണ് കുറച്ച് ദിവസമായി. നമ്മളെ പ്രിൻ്റർ കേടായപ്പോൾ മുതൽ ഇങ്ങനെയാണ്. കാരണം ഓരോ വിളിച്ചാലും ഒരു തീരെ വരുന്നില്ല. ഇപ്പോൾ വരും എന്നൊക്കെ പറയും, പക്ഷേ ആളെത്തൂല. പിന്നെ നമ്മൾ സൈറ്റിൽ കയറിയിട്ടൊക്കെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ തന്നെ ചിലപ്പോൾ ഒരു കൂടി വിളിക്കും. അപ്പോൾ എന്തായാലും ആ ടീം തന്നെ വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് ഒരു വരാമെന്നൊക്കെ പറയും. പക്ഷേ അതും പിന്നെ ഇതേപോലെ തന്നെ ഡിലേ ആവും. പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ കുറച്ച് ദിവസം പിന്നെ നമുക്ക് പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വന്നിട്ട് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു പറയും ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു നാളെ വരാറിന് പോകും. പിന്നെ ചിലപ്പോൾ നാളെ അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പിന്നെ സൺഡേ ആണ്. അപ്പം ഇന്ന് എന്തായാലും വരില്ല അവർ. അപ്പം എന്നാൽ നോക്കണം. ഇപ്പോൾ നാളെ വിളിച്ചു നോക്കണം. നാളെ ഒന്നും കൂടെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയണം. ഈ പ്രിൻ്റ് ഓൾറെഡി നന്നാക്കിയിട്ടോ. അതിന് വിളിച്ച സാധനം മാറ്റിയാൽ റെഡി ആവുന്നുണ്ട്. ആ സാധനം മാറ്റിയതാണ്. ഇപ്പോൾ മാറ്റിയിട്ട് കുറച്ചായി. എന്നിട്ട് പിന്നെയും ആ പ്രശ്നം തന്നെ വന്നു. ഇത് ഫ്രെയിം കൗണ്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ടോ. ഇനി ഇത് നമുക്ക് ആ വാളിൽ ഒട്ടിച്ചിട്ട് വരാം. ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ട് വർക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതെടുക്കും. എന്നിട്ട് ഡിസ്പാച്ച് ചെയ്യും. ഇത് നമ്മളവിടെ അടുത്തുള്ളൊരു കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ പോർട്ടർ ത്രൂ ആണ് അയക്കുന്നത്. ഇതൊരു ഗാലറി സെറ്റാണ്. കുറച്ച് A6 വരുന്നത് ഈ ഒരു സൈസുള്ള ഫ്രെയിം കേട്ടോ. അപ്പോൾ A6 A5 അങ്ങനെ എല്ലാം കൂടെ വരുന്നൊരു സെറ്റാണ്. അപ്പോൾ അത് ഒന്ന് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ പോർട്ടർ ഇടണം. ഇതൊന്ന് ജസ്റ്റ് ബാക്ക് ഒട്ടിക്കാനും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി കഴിഞ്ഞിട്ട് ഇത് പോർട്ടർ ഇടുക. എന്നിട്ട് ഓരോക്കെ ഡെലിവറി ആയിക്കും. ഇത് ഇന്നലെ ഫ്രെയിമാക്കി വെച്ചേനെ കേട്ടോ. പക്ഷേ ബാക്ക് ഒട്ടിക്കാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കിലായല്ലോ. അപ്പോൾ പിന്നെ അത് ഒട്ടിക്കാൻ പറ്റില്ല. അപ്പം ഇത് ഒട്ടിച്ചിട്ട് അയക്കട്ടെ. ഇവിടെ നിന്ന് എന്തായാലും റൂം ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടാണ്. അത്ര സാധനങ്ങളുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ എന്തായാലും സമയം എടുക്കും കേട്ടോ. കുറച്ചുണ്ടല്ലോ, കുറേ ഇതിപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 2 മാസം ആയില്ലാന്ന് തോന്നുന്നു. ഒരു 1.5 മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ ക്ലീൻ ചെയ്തിട്ട്. ഇത് എന്നുവെച്ചാൽ നല്ലപോലെ അങ്ങോട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറച്ച് തിരക്കായതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പം നമ്മൾ പോർട്ടലിൽ അതൊക്കെ അയച്ച് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ 2 ചായ ഉണ്ടാക്കിയിട്ട് ക്ലീനിങ് തുടങ്ങാൻ വിചാരിക്കുക. ഇത് ചാർജ് തീരാനായത് അങ്ങനെ ഒരു റെഡ് ലൈറ്റ് ഇവിടെ കത്തും കേട്ടോ. ഈ പാല് ഞാൻ ഇന്ന് വരുമ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അന്നത്തെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങി. ചായ റെഡി ആയിട്ടോ. അപ്പം ഇതിലേക്ക് ഒഴിക്കട്ടെ. ഞാൻ പിന്നെ ചായ ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ട് എനിക്ക് തണയ്ക്കേണ്ട ആവശ്യമില്ല. എന്താ ഇവിടെ വെബ്സൈറ്റിൻ്റെ പണിയില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു ഓൻ ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ ആ ചായ കുടിക്കാൻ തുടങ്ങുന്നുള്ളൂ. ഇതിപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നാട്ടോ ആലോചിക്കുന്നത്. താഴെ ഇതാണ് അവസ്ഥ. ബാഗ് ഉണ്ടോ നോക്കട്ടെ. ഈ ഉള്ളിൽ കൂടെ ഈ അവിടെ വെച്ചിട്ടുണ്ടോ? എവിടെയോ ഒന്ന് വെച്ചതായിട്ട്. ഇതല്ലല്ലോ, അത് ചെറുതല്ലേ. അവിടെ ഉണ്ടോ നോക്കി. പക്ഷെ ഇത് 2 ഗാർബേജ് ബാഗാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചെറുതാ. ഇതല്ല അപ്പുറത്തെ ഒന്നുകൂടി കാണുന്ന. അവിടെ പോയി ഗാർബേജ് ബാഗ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒക്കെ ചെറിയ സൈസാണ്. നമുക്ക് ജംബോ തന്നെ വേണം. പക്ഷെ ജംബോ അന്ന് 2 വാങ്ങിയിട്ടുണ്ടേനെ. പക്ഷെ അത് എവിടെയാണെന്ന് കാണുന്നില്ല. കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതിൽ കുറച്ച് ബാക്കി ഉണ്ടേനും. തൽക്കാലം ഒരു ഗാർബേജ് ബാഗ് വാങ്ങാം. പുറത്തുണ്ടോ നോക്കട്ടെ. ഷോപ്പ് തുറന്നു നോക്കട്ടെ. സൺഡേ ആയതുകൊണ്ട് തുറക്കണ്ടാവില്ലേ. നോക്കി വെക്കാം. അപ്പം ഇനി അവർക്ക് കൂട്ടാൻ പറ്റുന്നില്ലോ. തൽക്കാലം ഗാർബേജ് ബാഗ് എടുത്തിട്ട് വരാം. ഇവിടെ സ്റ്റെയർ ക്ലീൻ ചെയ്യുന്നു ആൾ വന്നില്ല എന്ന് തോന്നുന്നല്ലേ. പേടിപ്പിക്കുന്നത് ഇവിടെ ഗാർബേജ് ബാഗ് ഉണ്ടാവും.
ഗാർബേജ് ബാഗ് വാങ്ങിട്ടോ 300 രൂപയാണ്. രണ്ടെണ്ണം വാങ്ങിയിട്ടല്ലേ എന്തായാലും കുറച്ചധികം വേണം. രണ്ടെണ്ണം ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരു കോലായിരിക്കും. ഒരു 2 മണിക്കൂർ മതിയാവും. അതിനുള്ളിൽ അപ്പൊ നമ്മൾ ക്ലീനിങ് പരിപാടി തുടങ്ങാൻ പോവാട്ടോ. അപ്പൊ എങ്ങനെ തുടങ്ങുന്നത്? ആദ്യം തന്നെ ഇതൊക്കെ ഫുള്ള് ഗാർബേജിലൊക്കെ ആക്കിയിടാം. ഈ സാധനങ്ങളൊക്കെ ഒരു ഗാർബേജ് ബാഗിലൊക്കെ ഇടല്ലേ. ഇതേമാതിരി ഒരു ഗാർബേജൊക്കെ തുറന്നാല് നല്ല സ്ഥലം ഉണ്ടാക്കിയേക്കണം. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിട്ട് ആ റൂമിലൊക്കെ നോക്കാം. ഇതാട്ടോ ഗാർബേജ് ബാഗ്. ഇത് ജംബോ ആണല്ലേ സൈസ്? ഇവിടെ ജംബോ തന്നെ വേണം. ഇല്ലെങ്കിൽ 10-20 കവറായി പോകും. ജംബോ ആകുമ്പോൾ 2 കവറിൽ. ജംബോയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി നല്ല വലുപ്പമുണ്ടോ. അത് അധികം ഷോപ്പിൽ വാങ്ങാൻ കിട്ടില്ല. അതാ സീന്. ചില ഷോപ്പ് ഈ ഷോപ്പിൽ തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് തോന്നെ കാലം ഇപ്പോഴാണ് കിട്ടിയില്ല. ജംബോൻ്റെ അതിൻ്റെ കൂടെ എഴുതിയുണ്ട്. ഇതാ അതിൻ്റെ സൈസ് 36-48 കേട്ടോ സൈസ്. എന്നെ കയറുള്ളതിൽ ഇപ്പോൾ അതാ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫുള്ള് എടുത്തിട്ട് ഇതിലേക്ക് ഇടല്ലേ. ഈ പ്ലാസ്റ്റിക് കവറും തെർമോക്കോളിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ ഗാർബേജിലേക്ക് ആക്കിയിട്ട് ഫസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാം. പിന്നല്ലേ വേറൊരു കാര്യം എന്താ പറയുക, ഇത് സാധനങ്ങൾ ഇതിലേക്ക് ഇടുമ്പോഴാണ് ഒന്ന് ജസ്റ്റ് നോക്കിയത് നമ്മളൊന്ന് കാണ്ടായ കത്തി അങ്ങനത്തെ സാധനങ്ങൾ ഇതിലൊന്ന് കിട്ടുമോ. അപ്പം തന്നെ ഞാൻ വേറെ സാധനങ്ങൾ ഇതിലൊന്നും ഇപ്പം കിട്ടും. ഇതൊക്കെ മനസ്സിലെ തിരക്കിലേ വൈകുന്നേരത്താലും ഡിസ്പാച്ച് ചെയ്ത തിരക്കിലേ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പിടിച്ച് കുറച്ച് കിട്ടുന്നു. ബാക്കി അവിടെ ഉണ്ട്. പിന്നെ സമയമാവില്ല. പിന്നെ വന്നിട്ട് ക്ലീൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം വീട്ടിലേക്ക് പോകാനുള്ള സമയമാവും. പിന്നെ ഉണ്ടാവും. പിന്നെ അത് ക്ലീൻ ചെയ്താൽ കുറച്ച് കാലം കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താൽ 2 മാസത്തേക്ക് നല്ല വൃത്തി ഉണ്ടാവും. ഇതിപ്പോൾ 2 മാസം മുന്നേ ലാസ്റ്റ് ക്ലീൻ ചെയ്ത്. പിന്നെ ഇതൊന്നുമില്ല, നമ്മൾ ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ കൂടി ചെയ്താൽ മതി. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഇപ്പോൾ തിരക്കിൽ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പ്ലാൻ വിചാരിച്ചത്. മെയിൻറ്റെയിൻ ചെയ്യും നമ്മൾ. അങ്ങനെ ഒരു ഗാർബേജ് ബാഗ് ഫുള്ള് നിറച്ചിട്ടോ. ഒന്ന് റെഡി. ഇപ്പോൾ എത്രയാണ് ഇവിടുന്ന് വേസ്റ്റ് പോയത്? എന്താണ് അഭിപ്രായം? അതെ ആദ്യം ഞങ്ങൾ ഓരോ ഗാർബേജിൽ ഓരോരുത്തരാക്കാൻ വെച്ചത്. അതായത് ഒന്നിൽ ഞാൻ ഒന്നിൽ ഓനും ആക്കാൻ വിചാരിച്ചു. ഇല്ലേ എന്താ അറിയോ, എങ്ങനെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ തമ്മിലൊരു അടിയാവുന്നതാണ് പൊതുവേ ക്ലീനിങ് നടക്കുമ്പോൾ. അപ്പം അങ്ങനെ വിചാരിച്ചത്. പക്ഷെ നടക്കുന്നില്ല. ഒരാളൊറ്റക്ക് ഒരു ബാഗ് ഫില്ല് ചെയ്യാറുള്ള കുറച്ച് ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ നിറയ്ക്കാൻ ഒരാൾ പിടിച്ചേക്കണം ഇതിലേക്ക് ഇടണമെങ്കിൽ. അപ്പോൾ ഒരാൾ പിടിക്കുക, ഒരാൾ അതിലേക്ക് കയറ്റിയിടുക, അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതുവരെ അടിയൊന്നും പൊട്ടിയില്ല. അതെ ഇതുവരെ അടിയൊന്നും ഉണ്ടായില്ല. ഞാൻ അടുത്തതും കൂടെ ഒന്ന് ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ആവും. അപ്പോൾ കുഴപ്പമില്ല. അപ്പം നമ്മൾ 2 ബാഗ് ഫുള്ളാക്കി വെച്ച് മൂന്നാമത്തെ പകുതി ഓൾറെഡി നമ്മൾ അന്നത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇത്തിരി കൂടി കൊള്ളും. അപ്പോൾ ഇനിയും ഇതാക്കുക. പിന്നെ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി ഉണ്ട്. അതും കൂടി എടുത്താൽ മതി. നല്ല ഓൾമോസ്റ്റ് അടിയിലൊന്നും വൃത്തിയാക്കില്ല. ഇങ്ങനെയൊക്കെ ടൈൽസ് തന്നെ കണ്ടിട്ട് എത്രയോ കാലമായി. ഫുള്ള് സാധനങ്ങളല്ലേ. ഇനി കുറച്ചുകൂടി ഉണ്ട്. ഇനിയിപ്പോൾ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കുക. ഇവിടെ കുറേ ഫ്രെയിം ഉണ്ട്, അതൊന്ന് അട്ടിക്ക് വെക്കണം. അതായത് നമ്മൾ ആക്രിലിക് ഇല്ലാണ്ട് ഹാർഡ് ബോർഡും പിന്നെ ഫ്രെയിമായിട്ടുള്ളതുണ്ട്. അതൊന്ന് സെറ്റാക്കി വെച്ചാൽ ആ പണി കഴിയും. അതിന് ഈ ഒരു ഏരിയ ക്ലീനായി കിടക്കും കേട്ടോ. അപ്പം അതൊക്കെയുള്ള. എന്നാൽ പിന്നെ ഫസ്റ്റ് ഇത് ചെയ്യല്ലേ നമുക്ക്. ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാക്കാം. ഇതേ പറഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു അടിയാണ്. എന്നാ വെച്ചവാ.
അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ ഇത് പറ്റിപ്പോയതാണ്. എനിക്ക് തോന്നുന്നത് വെള്ളം എന്തോ ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പേപ്പറായിട്ട് പറ്റിപ്പോയതാണ്. ഇത് വെള്ളം ഇട്ടിട്ട് തന്നെ എടുക്കേണ്ടി വരും. അല്ല കിട്ടുന്നുണ്ട് വിചാരിച്ചിട്ട് പക്ഷേ ഉണ്ടോ കിട്ടുന്നില്ല. അപ്പോൾ അത് ചെയ്യാം. പിന്നെന്താ ഒരുവിധം ഈ റൂമിലേക്ക് ഒരു ക്ലീൻ അല്ലാത്തല്ല ഒരു ഇരുണ്ട് എടുക്കാനുള്ള മെയിൻ റീസൺ ഈ കേട്ടൺ കേട്ടോ. കേട്ടൺ ഗ്രേ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ കേട്ടൺ മാറ്റണം. ശരിക്കും ഈ റൂമിലൊരു ക്രീം കളറുള്ള ആ റൂമത്തെ കേട്ടൺ കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ റൂമും സ്റ്റോക്ക് റൂമും ആ റൂമും നമ്മൾ സ്റ്റാഫൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി എടുത്തപ്പം കുറച്ച് വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് ഈ കേട്ടൺസ് അങ്ങോട്ടും കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ആ റൂമിൽ നല്ല വെളിച്ചുണ്ടാവും. അപ്പം തൽക്കാലം നമുക്ക് കേട്ടൺസ് ഒന്ന് മാറ്റിയിടണം. അത് ചെയ്യാം. ആ റൂം അത് മാറ്റിയിടല്ല എന്നാലും ഈ ഒരു ഫ്ലോർ മൊത്തം അത് നമ്മളത് തന്നെ കേട്ടോ. ഈ റൂമിൻ്റെ ഡോറ് ശരിക്കും ഇവിടെ അല്ല. ആ റൂമിൻ്റെ ഡോർ എവിടെ അറിയാം ഈ ഒരു പ്ലേസാണ്. ഇതിപ്പോൾ അടച്ചതാണ്. ഇവിടെയായിരുന്നു റൂം ഉണ്ടായിരുന്നത്. റൂം ഇവിടെ ഇങ്ങനെ ഡോർ തുറന്ന് അതായത് ഇങ്ങനെ കയറേണ്ടേനും. അപ്പോൾ നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ റൂം നട്ടോ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഡെവലപ്പ് ആയപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ആറ്റത്തെ റൂം എടുത്ത്. പിന്നെ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ആയപ്പോൾ നമ്മൾ ഈ റൂം എടുത്ത്. അങ്ങനെ ഈ ഫ്ലോർ കംപ്ലീറ്റ് ഉള്ളതായി. പക്ഷേ പിന്നെ നമ്മൾ നല്ലൊരു ഫിനാൻഷ്യലി തകർച്ചയിൽ വന്ന സമയത്ത് നമ്മൾ ഓരോ റൂമായിട്ട് കൊടുത്താണ്. ഈ റൂമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ റൂം മാത്രമായിരുന്നു എടുത്തത്. അപ്പോൾ ഈ റൂമിൻ്റെ ഡോർ ഇങ്ങനെയാണ് നമ്മളിങ്ങനെ കയറേണ്ടി. അപ്പോൾ എന്ന് വെച്ചാൽ ഈ റൂം വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ ഓണർ ഈ ഒരു റൂം സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടെ പുറത്താക്കി തന്നു. അങ്ങനെ ആക്കി തന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്താ പറയുക അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബാത്റൂം ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഒറ്റ റൂമിൽ നമ്മളെ സാധനങ്ങൾ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സാധനം കൺജസ്റ്റഡ് ആയിട്ടും അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കാമെന്നുള്ള രീതിയിലെത്തി. അപ്പോൾ അതിൻ്റെ ഡോർ അവിടെ. അപ്പോൾ ഇതിപ്പോൾ ആ കാണുന്ന റൂം ഇപ്പോൾ നമ്മളതല്ല. നമുക്ക് ഈ ഒരു 2 റൂം മാത്രമേ ഉള്ളൂ. ഇത് വേറെ ആളതാണ്. ഇതുവരെ ആൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള റൂമാണ്. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ചെറുതായ മാതിരി തോന്നിട്ടു. അത് പെയിൻറ്റ് കടിച്ചുകൊണ്ടോ കളർ വ്യത്യാസമുള്ള നമ്മളുണ്ടായപ്പോൾ സെയിം ഇതേനു ഒരു ക്രീം കളർ തന്നെയാണ് പെയിൻറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ കേട്ടൺ മാറ്റാനുള്ളത്. ശരിക്കും ഞാൻ അന്ന് നമ്മൾ മാറുമ്പോൾ ഇത് തിരുമ്പിട്ടതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പൊടിയൊക്കെ കയറി. പിന്നെ ഇത് നോക്കാൻ വന്ന ആരോ ഈ ഡോറ് തുറന്നിട്ടുണ്ടെന്നു വരും. ചെറിയൊരു ബ്രേക്ക് എടുക്കണേ. എന്തെങ്കിലും തിന്നിട്ട് വരാം. വിശക്കാൻ തുടങ്ങി. ഇന്നൊന്നും തിന്നില്ല കേട്ടോ. രാവിലെ നേരത്തെ ഇറങ്ങി ചെയ്തതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുമില്ല. അത്ര നേരമായിട്ട് ഒന്നുമില്ല. വെള്ളം മാത്രം കുടിച്ചിട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ലല്ലേ. അതുകൊണ്ട് പറയാൻ പറ്റുമോ? വാ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിട്ട് ചായ കുടിച്ചില്ല. പകരം വാട്ടർമെലൺ ജ്യൂസ് ആട്ടോ കുടിച്ചത്. പിന്നെ ഇവിടെ കേട്ടൺ മാറ്റിയിട്ടുള്ള പരിപാടി നോക്കുക കേട്ടോ. ഈ റൂമിൽ ഫുള്ള് പൊടി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓൻ്റെ ചെരുപ്പ് എടുത്തിട്ട്. കാരണം അല്ലാതെ പോയാൽ ഫുള്ള് പൊടിയിരിക്കും. ആ ഡോറ് തുറന്നിട്ടതും കൂടി ആയതുകൊണ്ട് ഫുള്ള് പുറത്ത് റോഡാണല്ലോ. റോഡത്തെ പൊടി ഫുള്ള് ഇവിടെ കയറിയിട്ടുണ്ട്. പിന്നെ ആ കേട്ടണൊക്കെ നല്ല അയക്കാൻ തുടങ്ങി. കേട്ടൺ അയക്കാൻ സിമ്പിൾ കേട്ടോ. വലിയ ടാസ്ക് ഒന്നുമില്ല. മുകളിൽ ആ സ്ക്രൂ ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചാൽ മതി. പിന്നെ ഈ കേട്ടണ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിടായ ഇത് കുറച്ചൊരു ക്രീം കളർ ആട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പുറത്തുള്ള വെളിച്ചം ഒന്നുകൂടെ ഒന്ന് അകത്തേക്ക് കയറിക്കോളൂ. മറ്റേ ഗ്രേയും ബ്ലാക്കും കൂടി ഒക്കെ ചേർന്നൊരു കളറാണ് അത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഡാർക്ക് ഇതായിരിക്കും റൂം കംപ്ലീറ്റ്. ഈ ഒരു കേട്ടന് ഇതാകുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ നല്ലൊരു വെളിച്ചം ഉണ്ടാവുക. ഇവിടെ കേട്ടനും മാറ്റിയിരുന്നതും കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ സമയമായപ്പോഴത്തേക്കും പിന്നെ വീട്ടിലേക്ക് പോയി ഇപ്പം ചെറുതായിട്ട് ഇരുടായും തുടങ്ങി. അപ്പം വേഗം കേട്ടൻ മാറ്റിയിട്ടാണ്. പിന്നെ കുറച്ച് ചെറിയ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വരാനുണ്ടാവും. പിന്നെ ഒന്ന് നല്ലോണം തുടക്കുകയും വേണം. അതാണ് ഇനി ബാക്കിയുള്ളത്. അത് നാളെ ഏട്ടാ നോക്കിയിട്ട് ചെയ്യണം. നമ്മൾ കേട്ടനൊക്കെ മാറ്റിട്ടോ. വേറെ ഒന്നവിടെ തുടയ്ക്കുന്ന ഒരു പണിയും കൂടി ഉണ്ട്. പിന്നെ ടേബിൾ ഒന്ന് സെറ്റ് ആക്കണേ. അതും കൂടി ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല. ഇപ്പം തന്നെ ഇരുടായിട്ടോ. അതുകൊണ്ട് വീട്ടിലേക്ക് പോട്ടെ. ഇത് ക്ലീൻ ചെയ്ത് ഞാൻ കുഴങ്ങി. അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉണ്ട്. അപ്പം നാളെ കാണാം.